അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പറേറ്റീവ് സെന്റൻസസിൽ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. അതിന് പിന്നെ എന്താ ഇമ്പറേറ്റീവ് സെന്റൻസസ്? ഇമ്പറേറ്റീവ് സെന്റൻസസ് എന്ന് പറയുന്നത് നമുക്ക് ഓർഡർ ഇടുന്ന സെന്റൻസുകൾ അതല്ലെങ്കിൽ റിക്വസ്റ്റ് ചെയ്യുന്ന സെന്റൻസുകൾ, അതുമല്ലെങ്കിൽ ഓർഡർ അല്ലെങ്കിൽ കമാൻഡ് അല്ലെങ്കിൽ റിക്വസ്റ്റ് അല്ലെങ്കിൽ അഡ്വൈസ് ചെയ്യുന്ന സെന്റൻസുകളെയാണ് നമ്മൾ ഇമ്പറേറ്റീവ് സെന്റൻസസ് എന്ന് പറയുന്നത്. ഇപ്പോൾ റിക്വസ്റ്റ്, ഓർഡർ, കമാൻഡ്, വിഷസ്, അങ്ങനെയൊക്കെയുള്ള അഡ്വൈസ്, അങ്ങനെയൊക്കെയുള്ള അഡ്വൈസ് കൊടുക്കുക, ഇങ്ങനെയൊക്കെയുള്ള സെന്റൻസുകളാണ് നമ്മൾ ഇമ്പറേറ്റീവ് സെന്റൻസസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കണം ഇമ്പറേറ്റീവ് സെന്റൻസസ് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഇമ്പറേറ്റീവ് സെന്റൻസസിൽ ഹീ സെഡ് ടു മീ ഗോ എവേ. ഇമ്പറേറ്റീവ് സെന്റൻസിന് ഒരു പ്രത്യേകതയുണ്ട്. ഷട്ട് ദ ഡോർ, ഗെറ്റ് ഔട്ട്, ഇതെല്ലാം ഇമ്പറേറ്റീവ് സെന്റൻസസ് ആണ്. അതിൽ സബ്ജക്റ്റ് ഉണ്ടാവില്ല. നമ്മൾ ഒരാളുടെ മുഖത്ത് നോക്കിയായിരിക്കും ഇമ്പറേറ്റീവ് സെന്റൻസ് പറയുന്നത്. ഒരു ഓർഡർ ഇടുക, ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്യുക, ഒരു കാര്യം അഡ്വൈസ്, ഇതെല്ലാം ഒരാളുടെ മുഖത്ത് നോക്കിയാൽ യു ഡു ദാറ്റ് എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അപ്പോൾ ഗോ എവേ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് യു ഗോ എവേ എന്നാണ്. യു ഗോ എവേ എന്നാണ് അതിൻ്റെ മീനിങ്. നമ്മൾ ഒരാളുടെ മുഖത്ത് നോക്കി പറയും യു ഗോ എവേ, മിക്കവാറും പറയല്ല ഗോ എവേ, ഗെറ്റ് ഔട്ട്, ഷട്ട് അപ്പ്, ഇങ്ങനെയൊക്കെ പറയുള്ളൂ. അവിടെ എല്ലാം തുടക്കം സബ്ജക്റ്റ് ആയിട്ട് ഒരു യു ഉണ്ട്. ഒരാളുടെ മുഖത്ത് നോക്കി പറയുന്ന കാര്യങ്ങളാണ് യൂഷ്വലി ഇമ്പറേറ്റീവ് സെന്റൻസസ്. അപ്പോൾ ഹീ സെഡ് ടു മീ എന്താകും ഇമ്പറേറ്റീവ് സെന്റൻസ്. അതൊരു ഓർഡർ ഇട്ട് ഇമ്പറേറ്റീവ് സെന്റൻസ് ആയതുകൊണ്ട് നമ്മൾ അതിനെ ഓർഡേർഡ് പറയും. ഹീ ഓർഡേർഡ് മീ, അവൻ എന്നെ എടുത്ത് ഓർഡർ ചെയ്തു. സെഡ് ടു എന്തായി മാറി? ഓർഡേർഡായി. ഹീ ഓർഡേർഡ് മീ. എന്തിനാണ്? ഗോ എവേ. ഓർഡേർഡ് എന്തിനു ചെയ്തു? ടു ഗോ എവേ. എന്തിനു വേണ്ടിയാണ്? ടു. അപ്പോൾ സെഡ് ടു, ഒന്നാമത്തെ റൂൾ, സെഡ് ടു എന്ന് പറയുന്നത് ഒന്നുകിൽ ഓർഡേർഡ് ആകാം, അല്ലെങ്കിൽ റിക്വസ്റ്റഡ് ആകാം. റെസ്പെക്റ്റഡ് അല്ല, സോറി, റിക്വസ്റ്റഡ് ആകാം. അതല്ലെങ്കിൽ ഫോർബേഡ്, ചെയ്യരുതെന്ന് പറയാം, നോ പറയുന്ന കേസ് ഫോർബേഡ് ചെയ്യുക. അതല്ലെങ്കിൽ സജഷൻ കൊടുക്കുന്നതാകാം, സജസ്റ്റഡ്, ഇങ്ങനെയുള്ള വാക്കുകളായിട്ട് മാറും സെഡ് ടു, ഡിപ്പെൻഡിങ് ഓൺ ദ ടൈപ്പ് ഓഫ് ദ ക്വസ്റ്റ്യൻ. അപ്പോൾ അതൊരു സജഷൻ മേക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ നമ്മൾ സജസ്റ്റഡ് എന്ന് പറയും. ഒരു കാര്യം ചെയ്യരുതെന്നാണ് പറയുന്നത്, നമ്മൾ അവിടെ പറയും ഹി ഫോർബേഡ് മീ ടു പറയും. ഇനി റിക്വസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ പറയും ഹി റിക്വസ്റ്റഡ് മീ ടു. ഇനി ഓർഡർ ഇട്ടാൽ നമ്മൾ പറയും ഹി ഓർഡേർഡ് മീ ടു എന്ന് പറയും. അപ്പോൾ രണ്ടാമത്തെ റൂള്, ടു എന്നുള്ള കൺജങ്ഷൻ വിൽ റീപ്ലേസ് ദ കോമ ആൻഡ് ഡബിൾ ഇൻവേർട്ടഡ് കോമ. ഇൻവേർട്ടഡ് കോമേഴ്സിനെയും കോമയും എന്തുകൊണ്ട് നമ്മൾ റീപ്ലേസ് ചെയ്യും? ടു കൊണ്ട് റീപ്ലേസ് ചെയ്യും. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. ടൂവിന് ശേഷം നമ്മൾ വെർബിൻ്റെ V1 ഫോം തന്നെ ഉപയോഗിക്കുക. സെൻറ്റൻസിൽ ഏതാണോ വെർബ് തന്നത് ആ വെർബിൻ്റെ V1 ഫോം ഉപയോഗിക്കുക. ഇതിനെയാണ് നമ്മൾ ഒരു അഡ്വാൻസ് ഫോം ഓഫ് വെർബ് അഥവാ ടു ഇൻഫിനിറ്റീവ് അല്ലെങ്കിൽ ഇൻഫിനിറ്റീവ് എന്ന് വിളിക്കുന്നത്. ഇൻഫിനിറ്റീവ് അല്ലെങ്കിൽ ടു ഇൻഫിനിറ്റീവ് എന്ന് വിളിക്കുന്ന ഇതിനെയാണ്. ഇൻഫിനിറ്റീവ് അല്ലെങ്കിൽ ടു ഇൻഫിനിറ്റീവ് എന്ന് വിളിക്കുന്ന ഈ വെർബിനെയാണ്. അപ്പോൾ 2+V1 ഫോം. അപ്പോൾ ആ ഫോം രൂപീകരിക്കാൻ വേണ്ടി ടൂവിന് ശേഷം നിർബന്ധമായിട്ടും വെർബിൻ്റെ പ്രസന്റ് ടെൻസ് തന്നെ ഉപയോഗിക്കണം. ഗോയെ ഉപയോഗിക്കുള്ളൂ, വെൻഡോ ഗോണോ ഉപയോഗിക്കരുത്. ഗോയുടെ മറ്റ് രൂപങ്ങളാണ് നമുക്കറിയാം. വെൻഡ്, പാസ്റ്റ് ടെൻസ്, V2, പാസ്റ്റ് പാർട്ടിസിപ്പിൾ അഥവാ V3 ഫോമാണ് ഗോൺ. ഇതൊന്നും ഉപയോഗിക്കരുത്. എന്ത് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ? V1 ഫോമായ ഗോ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ദെൻ ആസ് യൂഷ്വൽ ടെൻസും പ്രോണൗണും ഇത്രയും നേരം നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന അസർട്ടീവ് സെൻറ്റൻസിലും ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിലും യൂസ് ചെയ്തുകൊണ്ടിരുന്ന അതേ നിയമപ്രകാരം തന്നെ ചേഞ്ച് ചെയ്യും. ഓക്കെ, നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ഇതിൻ്റെ. ഒന്നാമത്തെ എക്സാമ്പിൾ, ഷീ സെഡ് ടു മീ ഡു നോട്ട് കം ഹിയർ. അവൾ വിലക്കുകയാണ്, എൻ്റെ അടുത്ത് ഇവിടെ വരരുത്. അപ്പോൾ അവിടെ ഷീ സെഡ് ടു മീയെ നമുക്ക് ഫോർബേഡ് എന്ന് പറയാം. ഷീ സെഡ് ടു മീ, ഷീ ഫോർബേഡ് മീ. എന്തിനാണ്? ടു എഴുതുക. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഡു നോട്ട് കം ഹിയർ. അപ്പോൾ അവിടെ ഈ ഡു കമ്മിൻ്റെ കൂടെ ചേർക്കുക. ഡു, ഡിഡ്, ഡസ് എവിടെ കണ്ടാലും മെയിൻ വെർബിൻ്റെ കൂടെ ആഡ് ചെയ്താണ് നമ്മൾ എപ്പോഴും റിപ്പോർട്ടഡ് സ്പീച്ച് എഴുതുന്നത്. അപ്പോൾ ഡു കം നമുക്കറിയാം. ഡു കം എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് കം തന്നെയാണ്. അപ്പോൾ ഡസ് ആയിരുന്നെങ്കിൽ, ഡസ് കം എന്ന് ആയിരുന്നെങ്കിൽ ദാറ്റ് ഷുഡ് ഹാവ് ബീൻ, സോറി, അത് ഡസ് കം ആണെങ്കിൽ അത് കംസ് ആയിരുന്നു. അത് ഡിഡ് കം ആയിരുന്നെങ്കിൽ അത് കേം എന്ന് വേണമായിരുന്നു എഴുതാൻ. നമ്മൾ നേരത്തെ പഠിച്ച അതേ സ്പ്ലിറ്റിംഗ് റൂൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഷീ ഫോർബേഡ് മീ ടു കം ദെയർ. ഷീ ഫോർബേഡ് മീ ടു വെർബിൻ്റെ കമ്മിൻ്റെ V1 ഫോം ആഡ് ചെയ്തു. ഹിയർ എന്തായി മാറി? ദെയർ ആയി മാറി. ഷീ ഫോർബേഡ് മീ ടു കം ദെയർ ആയി മാറി. ഡു കമ്മിൻ്റെ കൂടെ പോയത് കേട്ടോ.
അപ്പോൾ ഈ നോട്ട് ഇനി വേണോ? വേണ്ട, ഉപയോഗിക്കരുത്. കാരണം ഫോർബേഡ് മീൻസ് നോ ആണ്. അപ്പോൾ ഓൾറെഡി ഫോർബേഡ് ഉപയോഗിച്ചെങ്കിൽ നിങ്ങൾ വീണ്ടും ആ നോട്ട് ഉപയോഗിക്കരുത്. ആ ഫോർബേഡ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചതുകൊണ്ടാണ് ആ നോട്ട് പിന്നെ ആ സെൻറ്റൻസിൽ വരാതിരുന്നത്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർഡേർഡ് എന്നുള്ള ഫോമിലും ഇതേ ആൻസർ പറയാൻ പറ്റും. അപ്പോൾ അവിടെ നമ്മൾ ഇങ്ങനെയാണ് പറയുന്നത്, ഷീ ഓർഡേർഡ് മീ, എൻ്റെ അടുത്ത് ഓർഡർ ചെയ്തു. എന്തിന്? അവിടെ വരരുത്, നോട്ട് ടു കം there എന്ന് ഓർഡർ ചെയ്തു. അപ്പോൾ ഇങ്ങനെയും പറയാം, ഇതും തെറ്റില്ല, ഇതും കറക്റ്റ് ആയിട്ടുള്ള ഒരു യൂസേജ് ആണ്. അവിടെ ഫോർബേഡിന് വരെ ഓർഡേർഡ് ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ് ഓർഡർ ചെയ്തത്? വരരുത് എന്നാണ്. അതുകൊണ്ട് നോട്ട് ആഡ് ചെയ്യേണ്ടി വന്നു. അത് ടു കമ്മിന് മുന്നേ ആഡ് ചെയ്യേണ്ടി വന്നു. എന്നാലേ ഗ്രാമർ കറക്റ്റ് ആവുള്ളൂ. നോട്ട് ടു ഡു സംതിങ്, ടു നോട്ട് കം ദെയറിനേക്കാളും കറക്റ്റ് യൂസേജ് നോട്ട് ടു കം ദെയർ ആണ്. ടു കം എപ്പോഴും ഒന്നിച്ച് വരുന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ബെറ്റർ ആയിട്ടുള്ള ഒരു യൂസേജ് വരുന്നത്. ഓക്കെ, അത് ക്ലിയർ ആണോ? അത്രയും ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത എക്സാമ്പിളിലേക്ക് പോകാം നമുക്ക്. ഹീ സെഡ് ദ ക്ലോത്ത്സ് ഇൻ ദ സൺലൈറ്റ് spread the clothes in the sunlight and do not wash anything else. അപ്പോൾ അവൻ പറഞ്ഞു ആ തുണി സ്പ്രെഡ് ദ ക്ലോത്ത്സ് ഇൻ ദ സൺലൈറ്റ്. അപ്പോൾ ഒരു പാർട്ട്, ആ സെൻറ്റൻസിൻ്റെ ഒരു പാർട്ട് എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ദ ക്ലോത്ത്സ് ഇൻ ദ സൺലൈറ്റ്, ഒരു പാർട്ട്, തുണി വെയിലത്ത് വിരിച്ചിടാൻ. ആൻഡ് ഡു നോട്ട് വാഷ് എനിത്തിങ് എൽസ്. അപ്പോൾ രണ്ട് പാർട്ടിലും ആരോടാ ഇത് പറയുന്നത്? സബ്ജക്റ്റ് അതിലില്ല, ബിക്കോസ് ഇതൊരു ഇംപറേറ്റീവ് സെൻറ്റൻസ് ആണ്. യു സ്പ്രെഡ് ദ ക്ലോത്ത്സ് ഇൻ ദ സൺലൈറ്റ് ആൻഡ് യു ഡു നോട്ട് വാഷ് എനിത്തിങ് എൽസ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമ്മളിങ്ങനെ ഫസ്റ്റ് പാർട്ട് പറഞ്ഞു, സ്പ്രെഡ് ദ ക്ലോത്ത്സ് ഇൻ ദ സൺലൈറ്റ് ആൻഡ് ഡു നോട്ട് വാഷ് എനിത്തിങ് എന്ന് പറഞ്ഞാൽ തുണി വെയിലത്ത് വിരിച്ചിടൂ, വേറൊന്നും ഇനി കഴുകരുത്. അപ്പോൾ അവൻ ഓർഡർ ചെയ്യല്ലേ, തുണി വിരിച്ചിട്, ഇനി വേറൊന്നും ചെയ്യരുത്. അപ്പോൾ ഓർഡേർഡ് നമ്മൾ എഴുതുന്നു, ഹീ ഓർഡേർഡ്. ആരോടാ ഓർഡർ ചെയ്തതെന്ന് നമുക്കറിയില്ല. അപ്പോൾ നമുക്ക് ജനറൽ ആയിട്ട് വേണമെങ്കിൽ ഹി ഓർഡേർഡ് മീ പറയാമല്ലേ, ഹി ഓർഡേർഡ് ഹെർ പറയാമല്ലേ, ഹി ഓർഡേർഡ് ഹിം പറയാമല്ലേ, ഹി ഓർഡേർഡ് ദം പറയാം, എന്തും പറയാം. പക്ഷേ ഇംഗ്ലീഷിൽ ഒരു അൺറിട്ടൺ റൂളുണ്ട്. സപ്പോസ് എന്താണ് ആരാണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ യു ജനറലി ടേക്ക് എ പ്രിപ്പോസിഷൻ ഓഫ് എ മെയിൽ, ഒരു മെയിൽ പ്രിപ്പോസിഷൻ അങ്ങ് എടുത്താൽ മതി. ഹിമ്മോ ഹിയോ ഹിസ്സോ ഒക്കെ എടുത്താൽ മതി. അതിനർത്ഥം പറയുന്ന ഒരു ആണിനോടാണെന്നല്ല, ഇൻ ജനറൽ അവിടെ ഒന്നുമില്ലെങ്കിൽ ഫിൽ ചെയ്യാൻ ഒരു മെയിൽ പ്രിപ്പോസിഷൻസ് ഉപയോഗിച്ച് ഫില്ല് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനർത്ഥം നിങ്ങളിപ്പോൾ അവിടെ ഹെറോ ഷിയോ ഒരു ഫീമെയിൽ പ്രിപ്പോസിഷനോ വേറൊരു പ്രിപ്പോസിഷനോ ആഡ് ചെയ്താൽ തെറ്റെന്നല്ല. ഇൻ ജനറൽ നമ്മൾ ഡിഫോൾട്ടായിട്ട് നമുക്ക് അവിടെ എന്തെങ്കിലും ഒരെണ്ണം ഉപയോഗിക്കണമല്ലോ എന്നുള്ളത് കൊണ്ട് മാനിൻ്റെ പ്രിപ്പോസിഷൻസ് ആയിരിക്കും നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. മാനിൻ്റെ പ്രോണൗൺസ് ആയിരിക്കും നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. ഹിം, ഹിസ്, ഹി ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. അവിടെ നിങ്ങൾ ഷീ ഉപയോഗിച്ചാലോ ഹെർ ഉപയോഗിച്ചാലോ ഒരു തെറ്റുമില്ല. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതി ഹി ഓർഡേർഡ് മീ എന്ന് എഴുതിയാലും അവിടെ ഒരു തെറ്റുമില്ല. അതനുസരിച്ച് സെൻറ്റൻസ് മാറും എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ഞാൻ ജനറൽ ആയിട്ടുള്ള പ്രോണൗൺ ഉപയോഗിച്ചു. ഹി ഓർഡേർഡ് ഹിം. എന്താ ഓർഡർ ചെയ്തത്? ടു അവിടെ ആഡ് ചെയ്യണം. ടു സ്പ്രെഡ് ദ ക്ലോത്ത്സ് ഇൻ ദ സൺലൈറ്റ്. ആൻഡ് സെക്കൻഡ് പാർട്ട്, ആൻഡ് ഓർഡേർഡ് അല്ലേ, അപ്പം നോട്ട് വരുന്ന പാർട്ടിൽ നോട്ട് വേണ്ടേ? അപ്പം നോട്ട് ആൻഡ് നോട്ട് ടു വാഷ്. ടു കഴിഞ്ഞാൽ V1 ഫോം അതിൻ്റെ കൂടെ എഴുതുക. ടു പ്ലസ് സ്പ്രെഡ്, ടു പ്ലസ് വാഷ്, ടു വാഷ് ആൻഡ് നോട്ട് ടു വാഷ് എനിത്തിങ് എൽസ്, ആൻഡ് നോട്ട് ടു വാഷ് എനിത്തിങ് എൽസ് എന്ന് പറയും. ക്ലിയർ ആണോ? അപ്പോൾ ഹീ സെഡ് സ്പ്രെഡ് ദ ക്ലോത്ത്സ് ഇൻ ദ സൺലൈറ്റ് ആൻഡ് ഡു നോട്ട് വാഷ് എനിത്തിങ്ങിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹി ഓർഡേർഡ് ഹിം ടു സ്പ്രെഡ് ദ ക്ലോത്ത്സ്. ടു കഴിഞ്ഞാൽ സ്പ്രെഡ് വന്ന് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ടുവിന് ശേഷം V1 ഫോമേ വരാവുള്ളതാണ് നമ്മുടെ നിയമം. ടു സ്പ്രെഡ് ദ ക്ലോത്ത്സ് ഇൻ ദ സൺലൈറ്റ് ആൻഡ് നോട്ട് ടു വാഷ് എനിത്തിങ് എൽസ്. അത്രയും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം. അടുത്ത എക്സാമ്പിൾ, ദ ക്യാപ്റ്റൻ സെഡ് ടു ദ സോൾജേഴ്സ് സ്റ്റാൻഡ് അറ്റ് ഈസ്. സ്കൂളിലൊക്കെ പറയത്തില്ലേ പ്രയറിൽ നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ് അറ്റ് ഈസ് എന്നാണ്. ഈ മൂന്ന് വാക്കുകളാണ്. യു സ്റ്റാൻഡ് അറ്റ് ഈസ് എന്ന് എല്ലാവരോടും പറയുന്നതാണ്. അപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞു സോൾജേഴ്സിനോട്. ദ ക്യാപ്റ്റൻ സോൾജേഴ്സിനോട് പറയുന്ന മിക്കവാറും കമാൻഡ് ആണ്. അപ്പോൾ ദ ക്യാപ്റ്റൻ കമാൻഡഡ് ദ സോൾജേഴ്സ്. ക്യാപ്റ്റൻ സോൾജേഴ്സിനോട് കമാൻഡ് ചെയ്തു അല്ലേ? ഇവിടെ രസമുണ്ട്. ക്യാപ്റ്റൻ കമാൻഡഡ് ദ സോൾജേഴ്സ്. എന്തിന്? ഇതൊരു ഇംപറേറ്റീവ് സെൻസ് ആയിട്ട് നമ്മൾ എവിടെ തുടങ്ങും? ടു കഴിഞ്ഞ് എന്ത് വേണം? വെർബിൻ്റെ V1 ഫോം സ്റ്റാൻഡ്. ബാക്കി എന്താ ഉള്ളത്? അറ്റ് ഈസ്. ടു സ്റ്റാൻഡ് എങ്ങനെ? അറ്റ് ഈസിൽ നിൽക്കാൻ പറഞ്ഞു. വലിയൊരു ചേഞ്ച് ഒന്നും ആ സെൻറ്റൻസിൽ ഇൻഡയറക്റ്റ് സ്പീച്ച് വന്നിട്ട് വന്നില്ല. സെൻറ്റൻസ് പാർട്ടിൽ ഇൻവേർട്ട് കോമ ഇട്ട പാർട്ടിൽ.
അതിന് മുന്നേ ആയിരുന്നു ചേഞ്ച്, കമാൻഡഡ് വന്നു, ടു വന്നു. ഓക്കെ, ദെൻ അടുത്ത സെൻറ്റൻസ്, മൈ മദർ സെഡ് ടു മീ, എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, ഹെൽപ്പ് അതേഴ്സ് ബട്ട് ഡു നോട്ട് എക്സ്പെക്ട് എനിത്തിങ് ഇൻ റിട്ടേൺ. അഡ്വൈസ് അല്ലേ അത്? എൻ്റെ അമ്മ എന്നോട് പറയണം മറ്റുള്ളവരെ സഹായിക്കും, പക്ഷെ ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കരുത്. അപ്പോൾ അതൊരു ഒരു അഡ്വൈസ് ആണ്. അതിലും രണ്ട് പാർട്ടുണ്ട്. ഒന്നാമത്തെ പാർട്ട് ഹെൽപ്പ് അതേഴ്സ്, രണ്ടാമത്തെ പാർട്ട് ബട്ട് തൊട്ടുള്ള പാർട്ട്. അപ്പം അമ്മ എന്താ എന്നോട് പറഞ്ഞ് അഡ്വൈസ് ചെയ്യണം. അപ്പോൾ മൈ മദർ അഡ്വൈസ്ഡ് മീ, മൈ മദർ അഡ്വൈസ് ചെയ്തു, അഡ്വൈസ്ഡ് മീ. അതിനുശേഷം എങ്ങനെ നമ്മൾ തുടങ്ങും? ടൂവിൽ സ്റ്റാർട്ട് ചെയ്യും. ടു എന്താണ്? ടുവിന് ശേഷം വെർബിന്റെ V1 ഫോം വേണം, ഹെൽപ്പ് വന്നു. ടു ഹെൽപ്പ് അതേഴ്സ്, അത്രയും ഫസ്റ്റ് പാർട്ടായി. സെക്കൻഡ് പാർട്ട് എന്താ? ബട്ട് എക്സ്പെക്ട് ചെയ്യലെന്ന് പറഞ്ഞു, നോട്ട് പറഞ്ഞു അല്ലേ? നോട്ട് എന്ത്? ടു എക്സ്പെക്ട്, എക്സ്പെക്ട് ടു കഴിഞ്ഞാൽ എക്സ്പെക്ട് വന്നു, V1 ഫോം വന്നു. ടു എക്സ്പെക്ട് എനിത്തിങ് ഇൻ റിട്ടേൺ, ടു എക്സ്പെക്ട് എനിത്തിങ് ഇൻ റിട്ടേൺ. അപ്പോൾ അതാണ് നമ്മൾ ഒരു ഇമ്പറേറ്റീവ് സെനൻസിനെ ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റ് ആക്കിയതിൻ്റെ എക്സാമ്പിൾ. അത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് പാർട്ട് നമ്മൾ പഠിക്കേണ്ടത് നമുക്ക് എക്സ്ക്ലമേറ്ററി സെനൻസുകളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. എക്സ്ക്ലമേറ്ററി സെനൻസുകൾ എന്ന് പറഞ്ഞാൽ സഡൻ ഫീലിങ്സ് കാണിക്കുന്ന സെനൻസുകളാണ് എക്സ്ക്ലമേറ്ററി സെനൻസ്. എക്സ്ക്ലമേറ്റ് ചെയ്യുക, പെട്ടെന്നൊരു ഫീലിംഗ് കാണിച്ചുകൊണ്ട് ഒരു കാര്യം എക്സ്പ്രസ് ചെയ്യുക, അതിനാണ് എക്സ്ക്ലമേറ്ററി സെനൻസുകൾ എന്ന് പറയുന്നത്. പെട്ടെന്ന് നമുക്ക് എന്തൊക്കെ ഫീലിങ്സാണ് പെട്ടെന്ന് കാണിക്കാൻ പറ്റുന്നത്? നമുക്ക് സോറോ കാണിക്കാം, നമുക്ക് ദുഃഖം കാണിക്കാം, നമുക്ക് സർപ്രൈസ് കാണിക്കാം, നമുക്ക് സന്തോഷം കാണിക്കാം, നമുക്ക് വെറുപ്പ് കാണിക്കാം, അങ്ങനെ പലതരത്തിലുള്ള വികാരങ്ങൾ കാണിക്കാം. അപ്പോൾ ഈ വികാരങ്ങൾ പുറത്ത് നടത്തുന്ന ശബ്ദങ്ങളുണ്ട്. ഈ ശബ്ദങ്ങളും കൂടെ ചേർത്തിട്ടായിരിക്കും ഇങ്ങനെയുള്ള എക്സ്ക്ലമേറ്ററി സെനൻസുകൾ വരുന്നത്. എല്ലാ സെനൻസിലും അങ്ങനെ ശബ്ദങ്ങൾ വേണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഇതിനകത്ത് കോമൺ ആയിട്ട് ഒരു കാര്യം കാണും, എക്സ്ക്ലമേഷൻ മാർക്ക് കാണും. ഒരു ഫീലിംഗ് കാണിച്ചതിൻ്റെ ഒരു എക്സ്ക്ലമേഷൻ അതിനകത്ത് കാണും. ഒരു സഡൻ ഫീലിംഗ് കാണിക്കുന്നതിന് ഒരു എക്സ്ക്ലമേഷൻ കാണിക്കും. ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് അതിലൊരു ക്വസ്റ്റ്യൻ മാർക്ക് കാണും. ഒരു നോർമൽ സെനൻസിലാണെങ്കിലും ഇമ്പറേറ്റീവ് സെനൻസിലാണെങ്കിൽ നമുക്ക് അവിടെ ഫുൾ സ്റ്റോപ്പ് കാണും. അതേ കണക്ക് ഈ സെനൻസുകളിൽ ഈ എക്സ്ക്ലമേഷൻ മാർക്ക് കാണും. ഓക്കെ, അപ്പോൾ നോക്കാം. ഷീ സെഡ് അലാസ് ഐ എം അൺഡൺ. അലാസ് എന്നുള്ള വാക്ക് നമ്മളെ സോറോയെ കാണിക്കുന്നതാണ്. അലാസ് എന്നുള്ള വാക്ക് എക്സ്ട്രീം ദുഃഖത്തിനെ കാണിക്കുന്നതാണ്. അപ്പോൾ അവൾ പറയുന്നത് അലാസ് ഐ എം അൺഡൺ, ഞാൻ നശിച്ചുപോയി എന്ന് അവൾ പറയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ എഴുതുന്നത്, ഇങ്ങനെയുള്ള എക്സ്ക്ലമേറ്ററി സെനൻസിൽ നമ്മൾ എപ്പോഴും എക്സ്ക്ലെയിംഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കും. ഷീ എക്സ്ക്ലെയിംഡ്, അലാസ് ദുഃഖത്തോടെ ഉള്ളതാണ്. അപ്പോൾ അലാസ് എന്നുള്ള വാക്കിനെ റീപ്ലേസ് ചെയ്യണം. നമുക്ക് റീപ്ലേസ് ചെയ്യുന്നത് എക്സ്ക്ലെയിംഡ് വിത്ത് സോറോ എന്നുള്ള യൂസേജ് ഉപയോഗിച്ച്. പിന്നെ അലാസ് വരില്ല, നമുക്ക് ഇൻഡയറക്റ്റ് സ്പീച്ച്. അപ്പോൾ ഷീ എക്സ്ക്ലെയിംഡ് വിത്ത് സോറോ, എന്ത്? ഐ ആം അൺഡൗൺ. അപ്പോൾ അതിന് ശേഷമുള്ള പാർട്ടിൽ നമ്മൾ എന്ത് ആഡ് ചെയ്യും? ദാറ്റ് ആഡ് ചെയ്യും. കോമ ഇൻവേർട്ട് കോമ എടുത്ത് കളയുന്ന ദാറ്റ് അവിടെ വരും. ദാറ്റ് മിച്ചം ഇനി ഇത് മാത്രമാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നത്, നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. ഐ ആം അൺഡൺ, അവളാണ് പറഞ്ഞത്. അപ്പോൾ ഐ ബിക്കം ഷീ. ഷീ ആം മാറി, പ്രസന്റ് ടെൻസ് മാറി, പാസ്റ്റ് ടെൻസ് ആയി. ആം ബിക്കം വാസ് ആയി. ഷീ വാസ് അൺഡൺ, ഷീ വാസ് അൺഡൺ. ഷീ എക്സ്ക്ലെയിംഡ് വിത്ത് സോറോ, ഷീ വാസ് അൺഡൺ. അപ്പോൾ ഈ എക്സ്ക്ലമേറ്ററി സെൻസിൽ നമ്മൾ അധികം പഠിക്കേണ്ട ഇത്രേ ഉള്ളൂ. ഫീലിങ്സ് കാണിക്കും. സെഡ് പ്ലസ് അലാസ്, അല്ലെ സെഡ് പ്ലസ് ഹുറേ, ഭയങ്കരമായ ജോയ് കാണിക്കുന്നതാണ്. അല്ലെങ്കിൽ സെഡ് പ്ലസ് ഫൈ അല്ലെങ്കിൽ എഗ് കാണിക്കും, അത് വെറുപ്പ് അറപ്പൊക്കെ കാണിക്കുന്നതാണ്. ദെൻ വോ കാണിക്കും, അതും സന്തോഷം, ഭയങ്കരമായ സന്തോഷത്തോടുള്ള ഒരു ശബ്ദം. ഓ ഇത് കിട്ടിയല്ലോ. ഇനി ചില സമയത്ത് നമ്മൾ പെട്ടെന്ന് ഞെട്ടും, ഓ പറയും. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് റിഗ്രറ്റ് അടിക്കും, നമുക്ക് ഒരു കാര്യത്തിൽ വേണ്ടായിരുന്നു എന്ന് തോന്നും, അപ്പോൾ നമ്മൾ ഓ പറയും. അപ്പോൾ സർപ്രൈസ് ആയിട്ടോ അല്ലെങ്കിൽ റിഗ്രറ്റ് ആയിട്ടോ ഓ പറയും. അപ്പോൾ സെഡ് പ്ലസ് ഈ സഡൻ ഫീലിങ്സ് കാണിക്കുന്ന വാക്കുകൾ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മൾ എഴുതുന്നത്, സെഡ് പ്ലസ് അലാസ് ആണെങ്കിൽ അവിടെ റീപ്ലേസ് ചെയ്തുകൊണ്ട് നമ്മൾ എഴുതുന്നത് അല്ലെ പറയുന്നത് എക്സ്ക്ലെയിംഡ് വിത്ത് സോറോ. സെഡ് പ്ലസ് ഹുറേ ആണെങ്കിൽ അതിനെ റീപ്ലേസ് ചെയ്ത് നമ്മൾ പറയുന്നത് എക്സ്ക്ലെയിംഡ് വിത്ത് ജോയ്. സെഡ് പ്ലസ് ഫൈയോ അഗോ ആണ്, ഫൈ എന്നൊക്കെ ഇംഗ്ലീഷുകാരുടെ യൂസേജ് ആണ്. അപ്പോൾ അത് എന്തെങ്കിലും ആണ് വരുന്നതെങ്കിൽ നമ്മൾ എക്സ്ക്ലെയിംഡ് വിത്ത് ഡിസ്പൈസ് എന്നോ ഡിസ്കസ്ഡ് എന്നോ ആയിരിക്കും പറയുന്നത്. സെഡ് പ്ലസ് വോ ആണെങ്കിൽ നമ്മൾ സന്തോഷമായിരിക്കും പറയുന്നത്, എക്സ്ക്ലെയിംഡ് വിത്ത് ജോയ് പറയും. സെഡ് പ്ലസ് ഓ ആണെങ്കിൽ ചിലപ്പോൾ എക്സ്ക്ലെയിംഡ് വിത്ത് സർപ്രൈസ് അല്ലെങ്കിൽ എക്സ്ക്ലെയിംഡ് വിത്ത് റിഗ്രറ്റ് എന്ന് പറയും. ഇത്രയാണ് എക്സ്ക്ലമേറ്ററി സെന്റൻസിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള റൂൾ ചേഞ്ച്. ദെൻ യൂഷ്വലി ഇവിടെ പറയുന്നതാണ് കോമ ഇൻവേർട്ടഡ് കോമ നമ്മൾ ദാറ്റ് കൊണ്ട് മാറ്റും. ദെൻ റിമൈനിങ് ടെൻസും പ്രോണൗണും നമ്മൾ ഇത്രയും നാൾ പഠിച്ച് യൂസേജ് എങ്ങനെയാണോ അതേ കണക്ക് മാറ്റണം. ഓക്കെ ആണോ? നമുക്ക് കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസ് നോക്കാം. അപ്പോൾ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ചിന്റെ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസിന്റെ ആദ്യത്തെ എക്സാമ്പിൾ, ഷീ സെഡ് ഹുറേ വി ഹാവ് വൺ ദിസ് മാച്ച്. അപ്പോൾ ഹുറേ ആണ്
സന്തോഷത്തോടെ പറയണം. അപ്പോൾ ഷീ എക്സ്ക്ലെയിംഡ് വിത്ത് ജോയ്. ഷീ എക്സ്ക്ലെയിംഡ് വിത്ത് ജോയ്. എന്താണ് ഷീ എക്സ്ക്ലെയിം ചെയ്തത്? ദാറ്റ് കോമ ഇൻവേർട്ട് കോമ ഒഴിവാക്കി. അപ്പം നമ്മൾ ഷീ സെഡ് ഹൂറേ അത്രയും കഴിഞ്ഞു. കോമ ഇൻവേർട്ട് കോമയ്ക്ക് ദാറ്റ് പറഞ്ഞു. അവൾ പറഞ്ഞു ദാറ്റ് വി ഹാവ് വൺ ദിസ് മാച്ച്. അവർ ആ മാച്ച് ജയിച്ചു. ദാറ്റ് ദേ ഹാവ് വൺ ദാറ്റ് മാച്ച് എന്ന് അവൾ പറഞ്ഞത് നമ്മൾ എങ്ങനെയാക്കും? ദേ ഹാഡ് വൺ ദാറ്റ് മാച്ച്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ മാറിയേക്കുന്നത്? ഹാവ് ഹാഡായി മാറി. ദിസ് മാച്ച് ദാറ്റ് മാച്ചായി മാറി. അത്രയുമാണ് അവിടുത്തെ ടെൻസ് ചേഞ്ച്. ഹാവ് ഹാഡായി മാറിയ ടെൻസ് ചേഞ്ചും വേർഡ് ചേഞ്ചും ഉണ്ട്. ദിസ് ദാറ്റായി മാറിയത്. ഓക്കെ, അടുത്ത സെന്റൻസ്, അടുത്ത എക്സാമ്പിൾ. ഷീ സെഡ് ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ദ റെയിൻ. ദേ നോക്കി, ഇവിടെ ഒരു സഡൻ ഫീലിംഗ് കാണിക്കുന്ന വാക്കില്ല, പക്ഷെ സ്റ്റിൽ ഇറ്റ്സ് ആൻ എക്സ്ക്ലമേറ്ററി സെന്റൻസ്. എങ്ങനെ എനിക്ക് മനസ്സിലായി? ആ സെന്റൻസിന്റെ ഘടനയിൽ നിന്നും ആ എക്സ്ക്ലമേഷൻ മാർക്ക് ചെയ്യുന്നു. ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ദ റെയിൻ. ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ദ റെയിൻ ക്വസ്റ്റ്യൻ മാർക്ക് അല്ല ഇവിടെ, ഒന്ന് എക്സ്ക്ലമേഷൻ മാർക്ക്. ഘടന ഡിഫറെന്റ് ആണ്. ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ദ റെയിൻ എന്ന് പറഞ്ഞു. അപ്പൊ അവിടെ മഴയുടെ മനോഹാരിതയാണ് അവിടെ എക്സ്ക്ലെയിം ചെയ്തിരിക്കുന്ന പറഞ്ഞ വ്യക്തി. അപ്പൊ ഷീ എക്സ്ക്ലെയിംഡ്. അപ്പോൾ ആനന്ദത്തോടെ ഇഷ്ടപ്പെട്ടതിലായിരിക്കും പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ യൂസേജ്, അവിടെ സഡൻ ഫീലിംഗ് ഇല്ലെങ്കിലും എക്സ്ക്ലെയിംഡ് വിത്ത് ഒരു വികാരം നമ്മളവിടെ കാണിക്കും. ഷീ എക്സ്ക്ലെയിംഡ് വിത്ത് ജോയ് ദാറ്റ്, കോമ ഇൻവേർട്ട് കോമ ഒഴിവാക്കാൻ ദാറ്റ് ഇട്ടു. എന്താണ്? ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ദ റെയിൻ എന്നുള്ളതിനെ ഇനി മുതൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള സെന്റൻസുകളെ കൺവേർട്ട് ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കണം. അതിന്റെ അർത്ഥം, അവൾ പറയാൻ ഉദ്ദേശിച്ച അർത്ഥം ദ റെയിൻ ഈസ് ബ്യൂട്ടിഫുൾ എന്നാണ്. ഹൗ എന്നുള്ള വാക്കില്ലാതെ, ഹൗ എന്നുള്ള വാക്കില്ലാതെ ഇതിനെ പറഞ്ഞാൽ ഇങ്ങനെയാണ് പറയുന്നത്. ഹൗ എടുത്തു കളഞ്ഞാൽ ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ദ റെയിൻ്റെ അർത്ഥം ദ റെയിൻ ഈസ് ബ്യൂട്ടിഫുൾ എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ പുറത്തുനിന്ന് ഒരു വാക്കും അതിൽ കൊണ്ടുവന്നിട്ടില്ല. ആ സെൻസിന് തന്നെ റീഓർഡർ ചെയ്ത ഹൗവിനെ എലിമിനേറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഹൗ ബ്യൂട്ടിഫുൾ ഈസ് ദ റെയിൻ്റെ അർത്ഥം ദ റെയിൻ ഈസ് ബ്യൂട്ടിഫുൾ ആണ്. ഇനി ഈ സെൻസിനെ വേണം നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റാൻ. ഷീ എക്സ്ക്ലെയിംഡ് വിത്ത് ജോയ് ദാറ്റ് ദ റെയിൻ ഈസ് ബ്യൂട്ടിഫുൾ മാറുമ്പോൾ ടെൻസ് മാറണം. ഈസ് മാറുമ്പോൾ എന്താകും? വാസ് ബ്യൂട്ടിഫുൾ ആകും. സോറി, വാസ് വെരി ബ്യൂട്ടിഫുൾ എന്ന് വരും. വാസ് വെരി ബ്യൂട്ടിഫുൾ എന്ന് വരും. ഹൗ ബ്യൂട്ടിഫുളിനെ നമ്മൾ മാറുമ്പോൾ ദിസ് റെയിൻ ഈസ് വെരി ബ്യൂട്ടിഫുൾ എന്നാണ് അർത്ഥം. ബ്യൂട്ടിഫുൾ എന്നല്ല, വെരി ബ്യൂട്ടിഫുൾ എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് മാറുമ്പോൾ ഷീ എക്സ്ക്ലെയിംഡ് വിത്ത് ജോയ് ദാറ്റ് ദ റെയിൻ വാസ് വെരി ബ്യൂട്ടിഫുൾ എന്നാകും. ഓക്കെ, അതേ കണക്ക് നമുക്ക് വേറൊരു സെന്റൻസ് നോക്കാം. ദേ നാലാമത്തെ എക്സാമ്പിൾ. ഷീ സെഡ് വാട്ട് എ പ്ലസന്റ് സർപ്രൈസ്. അതിന്റെ അർത്ഥം ഷീ സെഡ് വാട്ട് എ, എന്തൊരു പ്ലസന്റ് സർപ്രൈസ് ആണ് അത്. അതിന്റെ അർത്ഥം ഇറ്റ് ഈസ് എ പ്ലസന്റ് സർപ്രൈസ് എന്നാണ്. ഇറ്റ് ഈസ് എ പ്ലസന്റ് സർപ്രൈസ് എന്നാണ്. ഇറ്റ് ഈസ് എ പ്ലസന്റ് സർപ്രൈസ്. അപ്പോൾ അതിനെ നമ്മൾ മാറ്റുമ്പോൾ എന്താ വരുന്നത്? ഷീ എക്സ്ക്ലെയിംഡ്. ഇവിടെ ഫീലിംഗ് കാണിക്കാതെ ഞാൻ പറയുന്നത്, എല്ലായ്പ്പോഴും ഫീലിംഗ് കാണിക്കണം നിർബന്ധവുമില്ല, ഫീലിംഗ് കാണിക്കാതെയും പറയാം. ഷീ എക്സ്ക്ലെയിംഡ്. എന്ത് എക്സ്ക്ലെയിം ചെയ്തു? ദാറ്റ് ഇറ്റ് വാസ് എ പ്ലസന്റ് സർപ്രൈസ്. ബാക്കി അതേപോലെ. അപ്പോൾ ഇവിടെ ടെൻസ് ചേഞ്ച് ചെയ്തു, ഈസ് വാസ് ആയി മാറി. അപ്പോൾ ഷീ എക്സ്ക്ലെയിംഡ് ദാറ്റ് ഇറ്റ് വാസ് എ പ്ലസന്റ് സർപ്രൈസ്. ദെൻ വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഹീ സെഡ് ബ്രാവോ. ബ്രാവോ എന്ന് പറയുമ്പോൾ നമ്മൾ അപ്രിഷിയേറ്റ് ചെയ്യാണ്, ഒരാളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്, അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന യൂസേജ്, ബ്രാവോയ്ക്ക് യൂസ് ചെയ്യുന്ന ഹി അപ്ലോഡഡ് ഹിം. മറ്റേ വ്യക്തിയാണ് ഹിം വിളിച്ചേക്കുന്നത്. ഹി അപ്ലോഡഡ് ഹിം ദാറ്റ്, കോമ ഇൻവേർട്ട് കോമ മാറ്റി, യു ഹാവ് ഡൺ വെൽ. യു ഹാവ് ഡൺ വെൽ മാറി. ഹിം ആണ് സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ആയി മാറി. ഹിമ്മിനോടാണിത് പറഞ്ഞത്, അതുകൊണ്ട് യു മാറി ഹി ആയി. ഹി ഹാവ് ഹാഡ് ആയി മാറി. ഹാഡ് ഡൺ വെൽ. He had done well. അപ്പോൾ he applauded him that he had done well. അപ്പോൾ ഇത്രയാണ് നമ്മുടെ എക്സ്ക്ലമേറ്ററി സെന്റൻസിന്റെ എക്സാമ്പിളുകൾ. അത്രയും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. ഓക്കെ, ദെൻ ലാസ്റ്റ് ഒരു ടൈപ്പ് സെന്റൻസും കൂടെ ഉണ്ട്. അതാണ് നമ്മുടെ ഒപ്റ്റേറ്റീവ് സെന്റൻസ്. വരുന്നത്. അപ്പോൾ ഒപ്റ്റേറ്റീവ് സെന്റൻസിൽ നമുക്ക് എങ്ങനെയാണ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച് വരുന്നത് നോക്കാം.
അപ്പോൾ എന്താണ് ഒപ്റ്റേറ്റീവ് സെന്റൻസസ് എന്ന് പറഞ്ഞ് ചോദിച്ചാൽ ദേ ആർ വെൽ വിഷസ്. നല്ലത് സംഭവിക്കട്ടെ എന്നുള്ള വിഷസിനെയാണ് നമ്മൾ ഒപ്റ്റേറ്റീവ് സെന്റൻസസ് എന്ന് പറയുന്നത്. നല്ലത് സംഭവിക്കട്ടെ എന്നുള്ള വിഷസിനെയാണ് നമ്മൾ ഒപ്റ്റേറ്റീവ് സെന്റൻസസ് എന്ന് പറയുന്നത്. വെൽ വിഷസിനെയാണ് നമ്മൾ ഒപ്റ്റേറ്റീവ് സെന്റൻസസ് എന്ന് പറയുന്നത്. വെൽ വിഷസ്. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. മേ ഗോഡ് ബ്ലെസ് യു, മേ ദ കിങ് ലിവ് ലോങ്. മേ ഗോഡ് ബ്ലെസ് യു, മേ ദ കിങ് ലിവ് ലോങ്. മേ ഗോഡ് ബ്ലെസ് യു എന്താ അർത്ഥം? ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ എൻ്റെ മനസ്സിൽ നന്നായിട്ട് ഇൻറ്റൻറ്റ് ചെയ്യും, നിനക്ക് നല്ലതുണ്ടാകട്ടെ. മേ ദ കിങ് ലീവ് ലോങ്, ഞാൻ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തിനോട്, രാജാവ് നീണ ആൾ വാഴട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സെൻറ്റൻസുകളാണ് ഒപ്റ്റേറ്റീവ് സെൻറ്റൻസസിൻ്റെ എക്സാമ്പിൾ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒപ്റ്റേറ്റീവ് സെൻറ്റൻസസിനെ എങ്ങനെ നമുക്ക് ഡയറക്റ്റിൽ നിന്ന് ഇൻഡയറക്റ്റ് സ്പീച്ചിലോട്ട് മാറ്റാൻ നോക്കാം. അപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്ന മെയിൻ വാക്കുകൾ വിഷ്ഡും പ്രേഡുമാണ്. ഒന്നുകിൽ വിഷ് ചെയ്യുക അല്ലെങ്കിൽ പ്രേ ചെയ്യുക. അപ്പോൾ ഇവിടെ സെഡ് മാറി എന്താകും? പ്രേഡ് ദാറ്റ് അല്ലെങ്കിൽ വിഷ്ഡ് ദാറ്റ് എന്ന് മാറും. അതാണ് ഒന്നാമത്തെ റൂള്. രണ്ടാമത്തെ റൂൾ ഇവിടെ അഗെയിൻ കോമൺ ഡബിൾ ഇൻവേർട്ട് കോമ മാറി അതിന്റെ സ്ഥാനത്ത് ദാറ്റ് വരും. മൂന്നാമത്തെ റൂൾ ആസ് നോർമൽ ടെൻസും പ്രോണോണും റൂൾ പ്രകാരം ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഹി സെഡ് മേ ഗോഡ് ബ്ലെസ് യു. അപ്പോൾ അവിടെ ഞാൻ എഴുതി പ്രേഡ്. പ്രേഡും എഴുതാം വിഷ്ണു എഴുതാം നമുക്ക്. അപ്പോൾ ദൈവത്തിന്റെ ഒരു കേസ് ആയതുകൊണ്ട് നമുക്ക് അവിടെ പ്രേഡ് ആണ് കുറച്ചുകൂടെ ആപ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഹി പ്രേഡ് ദാറ്റ് ഗോഡ് മേ രണ്ടാമത് വരണം, ഗോഡിന് ശേഷം വരണം. അതൊരു ഹെൽപ്പിംഗ് വെർബാണ്, അത് സബ്ജക്റ്റിന് ശേഷം വരണം. അപ്പോൾ ഇവിടെയും ശ്രദ്ധിക്കുക, ഈ ഇങ്ങനെയുള്ള ഒപ്റ്റേറ്റീവ് സെന്റൻസസിലും ഹെൽപ്പിംഗ് വെർബ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് മെയിൻ വെർബ് എന്നുള്ള രൂപത്തിൽ വരും. അപ്പോൾ അതിനെ സബ്ജക്റ്റ് പ്ലസ് ഹെൽപ്പിംഗ് വെർബ് പ്ലസ് മെയിൻ വെർബ് എന്നുള്ള രൂപത്തിലാക്കിയിട്ട് വേണം നമ്മൾ അതിനെ ചേഞ്ച് ചെയ്യാൻ. അപ്പോൾ മേ എന്തായി മാറി? മൈറ്റ് ആയി മാറി. ഗോഡിന് ശേഷം വേണം അത് വരാൻ, സബ്ജക്റ്റിന് ശേഷം വേണം ഹെൽപ്പിംഗ് വെർബ് വരാൻ. അപ്പോൾ ഹി പ്രേഡ് ദാറ്റ് ഗോഡ് മൈറ്റ് ബ്ലെസ്, അവൻ എന്നോടാണ് വിഷ് പറയുന്നത് എന്നുള്ള കൺസെപ്റ്റിൽ. യൂഷ്വലി അങ്ങനെയാണ് ഒരാൾ മറ്റൊരാളോട് കേട്ടുകൊണ്ടിരിക്കുന്നവരോടാണ് വിഷ് ചെയ്യുന്നത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഗസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഹി പ്രേഡ് ദാറ്റ് ഗോഡ് മൈറ്റ് ബ്ലെസ് ഹെർ എന്താക്കാം. ഇവിടെ യുവിനെ ഞാൻ എന്ത് ചെയ്തു? സെക്കൻഡ് പേഴ്സൺ ഞാനിവിടെ ഫസ്റ്റ് പേഴ്സൺ ആക്കി. എൻ്റെ അടുത്ത് പറഞ്ഞു എന്നുള്ള അർത്ഥത്തിൽ സെക്കൻഡ് പേഴ്സണെ ഞാൻ ഫസ്റ്റ് പേഴ്സൺ ആക്കി. ദാറ്റ് ഗോഡ് മൈറ്റ് ബ്ലെസ് മീ എന്നാക്കി. ഓക്കെ ആണോ? കുറച്ച് എക്സാമ്പിൾസ് കൂടെ നമുക്ക് നോക്കാം. ഷീ സെഡ് മേ ഗോഡ് പാർഡൺ ഹിം. ഇപ്പൊ ഗോഡിന്റെ കേസാണ് നമ്മൾ എന്ത് ചെയ്തു? ഷീ പ്രേഡ് ദാറ്റ് എന്താണ്? മേ ഗോഡിന് ശേഷം വരണം. ദാറ്റ് ഗോഡ് മൈറ്റ്, മേ എന്തായി? മൈറ്റ് ആയി മാറി. പാർഡൺ, അപ്പോൾ അവിടെ ഓൾറെഡി ഹിം പറഞ്ഞിട്ടുണ്ട്. തേർഡ് പേഴ്സൺ റിമെയിൻസ് ദ സെയിം, തേർഡ് പേഴ്സൺ മാറില്ല. മൈറ്റ് പാർഡൺ ഹിം. അടുത്ത സെന്റൻസ് നമുക്ക് നോക്കാം. ദേ സെഡ് ലോങ് ലിവ് ദ കിങ്. അപ്പോൾ ദേ പ്രേഡ് എന്നാണ് ഞാൻ തന്നിരിക്കുന്ന എക്സാമ്പിൾ. അവിടെ വേണമെങ്കിൽ വിഷ്ണു എഴുതാം. ദേ വിഷ്ഡ്. യൂഷ്വലി ഇങ്ങനെയുള്ള വിഷസ് എല്ലാം നല്ല ആയുസ് കൊടുക്കുക അതങ്ങനെയുള്ള എല്ലാം പ്രേയേഴ്സ് ആണ്. പ്രേയർഡ് എന്ന് എഴുതാം, വിഷ്ഡ് എന്ന് എഴുതിയാലും തെറ്റില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ വിഷ്ഡ് എഴുതിയത്. ദേ വിഷ്ഡ് ദാറ്റ് ദ ലോങ് ലിവ് ദ കിങ്. അതിൻ്റെ അർത്ഥം മേ ദ കിങ് ലിവ് ലോങ് എന്നാണ്. മേ ദ കിങ് ലിവ് ലോങ് എന്നാണ്. അപ്പൊ അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദ കിങ് മേ ലിവ് ലോങ്, ദ കിങ് മേ ലിവ് ലോങ്. അപ്പോൾ ദേ വിഷ് ദാറ്റ് ദ കിങ് മേ എന്തായി മാറും? മൈറ്റ് ലിവ് ലോങ്, മൈറ്റ് ലിവ് ലോങ്. അവിടെ മേ ഇല്ല, പക്ഷെ അവിടെ അർത്ഥത്തിൽ ലോങ് ലിവ് ദ കിങ് മീൻസ് മേ ദ കിങ് ലിവ് ലോങ് ആണ്. കാരണം നമുക്ക് അവിടെ ഒരു ഹെൽപ്പിംഗ് വെർബ് ഇല്ലാണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ആ സെൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ദേ പ്രേഡ് ദാറ്റ് ദ കിങ് ലിവ് ലോങ് എന്നുള്ളത് പറഞ്ഞാൽ അത് ഒരു വിഷ് കാണിക്കുന്ന വാക്ക് അതിൽ വന്നിട്ടില്ല. അതിന് മേയോ മൈറ്റോ വേണം. അപ്പം നമ്മൾ ആ സെൻറ്റൻസിനെ ലോങ് ലിവ് ദ കിങ് എന്ന് പറഞ്ഞാൽ മേ ദ കിങ് ലിവ് ലോങ് എന്നാണ് അതിൻ്റെ പ്രെയർ. അപ്പം നമ്മൾ അതിനെ എന്തായിട്ട് മാറ്റും? ഒരു ടിപ്പിക്കൽ കേസായിട്ട് എടുത്തത് അങ്ങനെ പഠിച്ചു വെച്ചാൽ മതി. ദ കിങ് മൈറ്റ് ലീവ് ലോങ് എന്നത്. ക്ലിയർ ആണോ? ഇതാണ് നമ്മുടെ ഇംപറേറ്റീവ് സെൻസിന്റെ ടൈപ്പായ ഒപ്റ്റേറ്റീവ് സെൻസിന്റെ ഡയറക്റ്റ് സ്പീച്ചിനെ ഇൻഡയറക്റ്റ് സ്പീച്ച് ആക്കുന്നതിന്റെ എക്സാമ്പിളുകൾ. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഇനി ഒരു പോർഷനോടെ ബാലൻസ് ഉണ്ട്, സം ഇമ്പോർട്ടൻറ്റ് റൂൾസ്. അത് നമ്മളെ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് നോക്കാം.